മിക്കായൽ സ്റ്റാറേയും അതേപോലെ ടി ജി പുരുഷോത്തമനും ഇവർ രണ്ടുപേരും ഇരുന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഹൂ വാസ് ദ ബെറ്റർ കോച്ച്? കമ്പയർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുട്ബോളിൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റൊരു കോച്ചിനെ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കമ്പയർ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പൊക്കി കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് എടുത്ത് പറയുക തന്നെ വേണം അല്ലേ. അത് പോയിന്റ് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു സീസണിൻ്റെ തുടക്കത്തിൽ മിക്കായൽ സ്റ്റാറയുടെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് 7 മത്സരങ്ങളോളം നമുക്ക് പോയിന്റ് നേടാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടേബിളിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പേഴ്സണലി ഞാനൊരു അർജന്റീന ഫാനാണ്, മെസ്സി ആരാധകനാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കലോണി വന്ന് അർജന്റീനയെ രക്ഷിച്ചതുപോലെയൊക്കെ ടി ജി പുരുഷോത്തമനും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് നോക്കുമ്പോൾ ടി ജി പുരുഷോത്തമൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു സെക്കൻഡ് ഫേസ് എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സംഭവം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ, കൃത്യമായി കൊണ്ടുപോകാൻ പറ്റിയാൽ ഈ പറയുന്ന പോലെ തന്നെ പ്ലേ ഓഫിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഒരു മാറ്റം ടി ജി പുരുഷോത്തമനും തോമാച്ചനും വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മിക്കായൽ സ്റ്റാറേയും അതേപോലെ ടി ജി പുരുഷോത്തമനും ഇവർ രണ്ടുപേരും ഇരുന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അല്ലെ ഹൂ വാസ് ദ ബെറ്റർ കോച്ച്?